ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് നടന്നത് 272 വിവാഹങ്ങളാണ്. ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ ഗുരുവായൂർ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മകരമാസത്തിലെ ഏറ്റവും വലിയ വിവാഹ തിരക്കിനാണ് ഇന്ന് ഗുരുപാവനപുരി സാക്ഷ്യം വഹിച്ചത്. 272 വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്നത്. 2024 സെപ്റ്റംബർ 8-നാണ് ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടന്നത്. അന്ന് 334 വിവാഹങ്ങളായിരുന്നു നടന്നത്. സമയബന്ധിതമായി ചടങ്ങുകൾ പൂർത്തിയാക്കാൻ പുലർച്ചെ 4 മണി മുതൽ വിവാഹങ്ങൾ ആരംഭിച്ചിരുന്നു. താലികെട്ടിനായി 5 മണ്ഡപങ്ങൾ സജ്ജമാക്കി. താലികെട്ട് ചടങ്ങ് നിർവഹിക്കാൻ ക്ഷേത്രം കോയിമമാരെ മണ്ഡപത്തിലേക്ക് അധികമായി ദേവസ്വം നിയോഗിച്ചിരുന്നു. വിവാഹ മണ്ഡപത്തിന് സമീപം മംഗളവാദ്യ സംഘത്തെയും പ്രത്യേകം സജ്ജമാക്കിയിരുന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നട പൂർണ്ണമായും വൺവേ ആക്കിയ ശേഷം ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ടാണ് തിരക്ക് നിയന്ത്രിച്ചത്. വരനും വധുവും അടങ്ങുന്ന വിവാഹ സംഘം നേരത്തെ എത്തി തെക്കേ നടയിലെ പുതിയ നടപ്പന്തലിലെ കൗണ്ടറിലെത്തി ടോക്കൺ വാങ്ങിയ ശേഷം ഇവർക്ക് ആ പന്തലിൽ വിശ്രമിക്കാനുള്ള സൗകര്യവും തയ്യാറാക്കിയിരുന്നു. താലികെട്ട് ചടങ്ങിന്റെ ഊഴമെത്തുമ്പോൾ ഇവരെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രവേശിപ്പിക്കും. ഇത്തരത്തിലായിരുന്നു ക്രമീകരണം. തുടർന്ന് കിഴക്കേ നട മണ്ഡപത്തിലെത്തി വിവാഹ ചടങ്ങ് നടത്താം. കല്യാണം കഴിഞ്ഞാൽ വിവാഹ സംഘം ക്ഷേത്രം തെക്കേ നട വഴി മടങ്ങിപ്പോകണം. വധൂവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേർക്ക് മണ്ഡപത്തിന് സമീപം പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. 3 ദിവസം അവധിയായിരുന്നു. ദൂരെയുള്ള എല്ലാവർക്കും വരാനും യാത്രയ്ക്കും സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നോക്കിയാൽ നല്ല മുഹൂർത്തം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം അങ്ങ് എടുത്തു. ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം സ്മൂത്തായിട്ട് പോയിട്ടുണ്ട്. തിരക്കൊക്കെ നല്ലതല്ലേ? ഒരു എന്റർടൈൻമെന്റ് അല്ലേ തിരക്കൊക്കെ? ഇന്ന് റെക്കോർഡ് വിവാഹമാണ് ഗുരുവായൂർ. ആയിക്കോട്ടെ. ഇതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ്. എല്ലാ തിരക്കൊക്കെ വരുമ്പോൾ നല്ലത്. ഈ ഗുരുവായൂരിൽ വെച്ച് തന്നെ വിവാഹം നടക്കണമെന്ന് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു? മുന്നത്തെ ആഗ്രഹമായിരുന്നു. ആഗ്രഹം സഫലമായല്ലേ? സഫലമായി. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എല്ലാം സുഖമായിട്ട് നടന്നു. ക്ഷേത്രത്തിൽ ക്രമാതീതമായ ഭക്തജനത്തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ ദർശനത്തിന് കൂടുതൽ സൗകര്യമൊരുക്കാൻ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയന പ്രദക്ഷിണം എന്നിവ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ജനം, തൃശൂർ.